സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ പ്രതികരിച്ച് മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിലാണ് മന്ത്രി ഇക്കാര്യം വിശദീകരിച്ചത്. ഊർജ്ജ ഉൽപാദന രംഗത്ത് ജലവൈദ്യുത പദ്ധതികൾ വഴി ആഭ്യന്തര വൈദ്യുത ഉൽപാദനത്തിൽ 150.636 മെഗാവാട്ടിന്റെ വർധനവുണ്ടായിട്ടുണ്ട്. സൗരോർജ്ജ മേഖലയിൽ ഈ കാലയളവിൽ 2492.459 മെഗാവാട്ട് സോളാർ വൈദ്യുതി ഗ്രിഡിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 233.5 മെഗാവാട്ട് KSEBL-ഉം ബാക്കിയുള്ളത് സ്വകാര്യ വ്യക്തികൾ, സംരംഭകർ തുടങ്ങിയവരുടേതുമാണ്. എന്നാൽ സോളാറിൽ സ്ഥാപിത ശേഷിയുടെ 11.43% മാത്രമാണ് ഊർജ്ജമായി ലഭിക്കുന്നത്. വിൻഡ് മേഖലയിൽ സ്വകാര്യ കാറ്റാടി നിലയങ്ങൾ വഴി 36.65 മെഗാവാട്ടിന്റെ അധിക വൈദ്യുതി ഉൽപ്പാദനം ഉണ്ടായിട്ടുണ്ട്. ഈ കാലയളവിൽ സ്വകാര്യ സംരംഭകർ വഴി ചെറുകിട ജലവൈദ്യുത പദ്ധതികളിലൂടെ 29 മെഗാവാട്ട് സ്ഥാപിത ശേഷി വർധനവുണ്ടായി. മഴയുടെ ലഭ്യത കുറഞ്ഞതിനാലും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നതിനാലും വൈദ്യുതിയുടെ ഉപഭോഗത്തിലെ പ്രതിദിന ആവശ്യത്തിന്റെ ഏകദേശം 17% മാത്രമാണ് ആഭ്യന്തര ഉൽപ്പാദനം. ടോട്ടൽ ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി നമുക്കിപ്പോൾ 2220 മെഗാവാട്ടാണ്. അതിൽ 10 വർഷക്കാലം കൊണ്ട് 8% വർധനവുണ്ടായി. നമ്മുടെ ആവശ്യം 6000 മെഗാവാട്ടാണ്. ശ്രീ പ്രേമൻ. വൈദ്യുതി ഉൽപാദനം 17% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എൽ നിനോ പ്രതിഭാസം കാരണം അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചു. ഡാമുകളിലെ ജലലഭ്യത കുറഞ്ഞത് തിരിച്ചടിയായി. ഉപഭോഗം 4900 മെഗാവാട്ട് വരെയുണ്ട്. അണക്കെട്ടിൽ ജലസംഭരണം 48-ൽ നിന്ന് 21% കുറഞ്ഞു. ചെറിയ തോതിലുള്ള വൈദ്യുതി നിയന്ത്രണം ഉണ്ട്. എത്ര ദിവസം നിയന്ത്രണം ഉണ്ടാകും എന്ന് പറയാനാകില്ല. വൈദ്യുതി ഉപഭോഗത്തിന്റെ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനവ് ഉണ്ട്. മാർച്ച് ഏപ്രിലിൽ വൈദ്യുതി കടം വാങ്ങിയിരുന്നു. അത് ജൂണിൽ തിരിച്ചു കൊടുക്കണം. സവിശേഷ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും മന്ത്രി പറഞ്ഞു. 4100 മെഗാവാട്ട് വൈദ്യുതിയാണ് ഒരു ദിവസം പ്രതീക്ഷിക്കുന്ന ഉപഭോഗം. എന്നാൽ 4900 മെഗാവാട്ട് വരെ ഉപഭോഗം കൂടുന്നു. 10 ദശലക്ഷം യൂണിറ്റിന്റെ കുറവാണ് ഉള്ളത്. നിയന്ത്രണം വേണ്ടി വരുന്ന സ്ഥിതിയാണ്. മഴ ശക്തി പ്രാപിക്കാത്തതാണ് പ്രതിസന്ധി. കായിക പ്രേമികൾക്ക് അസൗകര്യം ഉണ്ടാകാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പ്രതീക്ഷിച്ച മഴ കിട്ടുന്നില്ല. അണക്കെട്ടുകളിൽ ജലനിരപ്പ് കുറയുന്നു. പുറത്തുനിന്ന് ആവശ്യത്തിന് വൈദ്യുതി വാങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഇതിനു പുറമെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വായ്പയായി വാങ്ങിയ വൈദ്യുതി തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതയും. ഇതെല്ലാം ചേർന്ന് സംസ്ഥാനത്തെ എത്തിച്ചത് കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലാണ്. വരും ദിവസങ്ങളിലെ പ്രതിസന്ധി നേരിടുന്നതിന് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ അടുത്തിടെ KSEB ടെൻഡർ ക്ഷണിച്ചിരുന്നു. ഈ മാസത്തേക്ക് ഒരു പ്രതികരണവും ഉണ്ടായില്ല. ജൂലൈയിലേക്ക് ടെൻഡർ നൽകിയ കമ്പനി ആവശ്യപ്പെട്ടത് യൂണിറ്റിന് 10 രൂപ 99 പൈസ. വൈദ്യുതി വാങ്ങാൻ 10 രൂപയ്ക്ക് അപ്പുറം ചെലവിടരുതെന്നാണ് റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശം. ഇതിൽ ഇളവ് തേടി കമ്മീഷന്റെ കത്ത് നൽകിയിട്ടുണ്ട്. KSEB പ്രതിസന്ധി തുടർന്നാൽ ഇപ്പോഴുള്ള നിയന്ത്രണം അടുത്ത മാസത്തേക്ക് നീളുമെന്നും മന്ത്രി അറിയിച്ചു. ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തെ വിളക്കുകൾ സംഗീതത്തിനൊപ്പം നൃത്തം ചെയ്യും. പകൽ പോലെയുള്ള വെളിച്ചവും ഒപ്പം കളർഫുൾ ആകുന്ന മൾട്ടി ഫംഗ്ഷൻ ഹാർഡ് ലൈറ്റുകൾ. വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.